ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിൾ ആയിക്കൊണ്ട് റേഷനരി ഉപയോഗിച്ച് ഒരു ഫ്രൈഡ് റൈസ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് റേഷനരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 3/4% വേവുന്ന പോലെ നമ്മളൊന്ന് നല്ല രീതിക്ക് വെന്തുടയാതെ വേവിച്ചെടുക്കുക. ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, വെജിറ്റബിളിലേക്കാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കൻ, അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, കാശ്മീരി മുളക് പൊടി, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്തിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തെടുക്കുന്ന ഇതേ സെയിം ഓയിൽ തന്നെയാണ് നമ്മൾ വെജിറ്റബിളും കുക്ക് ചെയ്യാൻ പോകുന്നത്. അല്പം ഓയിൽ അതിൽ നിന്ന് മാറ്റിയെടുത്തതിന് ശേഷം അതിലേക്കൊരല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള അത്രയും വെജിറ്റബിൾ ആഡ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാൻ ഇത്രയും വെജിറ്റബിൾസാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഓയിലിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വയന്ന് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം. ബീൻസ് ഒന്ന് വയന്ന് വന്നതിന് ശേഷമാണ് ഞാൻ ക്യാരറ്റ് ചേർക്കാൻ പോകുന്നത്. ഓരോ വെജിറ്റബിൾസും വേവിൻ്റെ ഡിഫറൻസിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ക്യാബേജ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വലിയുള്ളി, ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ റൈസിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർത്തിട്ടാണ് റൈസ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ വെജിറ്റബിളിന് ആവശ്യമുള്ള അത്രയും ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ റൈസിലേക്ക് ചേർത്ത് കൊടുക്കാത്ത പക്ഷം ഇതിലേക്കാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ തന്നെ എഗ്ഗും ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്കൊരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഡിഫറൻസാണ്. നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിളിനനുസരിച്ചിട്ടാണ് സോസുകളും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി വിട്ട് വന്നിട്ടുണ്ട് റൈസ്. അപ്പോൾ ഈ റൈസ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം, ഉപ്പ് പാകമാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിതിൻ്റെ മുകളിൽ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇത് സെർവ് ചെയ്യാം. വെജിറ്റബിൾസ് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യണം. വളരെ സിമ്പിളായിക്കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.